Welcome to Doctrinal Learning, being taught and learned. Welcome to Doctrinal Learning, being taught and learned. സോണറ്റ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ചെറു ക്ലാസ്സുകളിൽ ഒന്നോ രണ്ടോ പഠിച്ചിട്ടുമുണ്ടാവും. സോണറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിറിക് പോയമാണ്. 14 വരികളാണ് അതിനുണ്ടാവുക. ആദ്യമായിട്ട് ഇത് കണ്ടുവന്നത് ഇറ്റാലിയൻ പോയട്രിയിലാണ്. ഇത് 2 സ്റ്റാൻസയായിട്ട് 8 ലൈൻ സ്റ്റാൻസ, 6 ലൈൻ സ്റ്റാൻസയായിട്ടൊക്കെയാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ റിനൈസൻസ് പീരിയഡിൽ ഇംഗ്ലണ്ടിൽ ഈ ഒരു സോണറ്റ് വളരെയധികം പോപ്പുലർ ആയത് റിനൈൻസ് പീരിയഡിലാണ്. എവിടെ? ഇംഗ്ലണ്ടിൽ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വ്യാറ്റൻ സുറേ എന്ന് പറയുന്ന പോയിറ്റ്സാണ് ഈ സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീടത് സിഡ്നി, സ്പെൻസർ, ഷേക്സ്പിയർ ഇവരുടെ കൈകളിലൂടെ അതിങ്ങനെ ഹാൻഡ് ഓവർ ചെയ്യപ്പെട്ട് ഇങ്ങനെ വന്നു. ഓക്കെ, എലിസബത്തൻ പീരിയഡിൽ. പിന്നീട് മിൽട്ടൺ, വേർഡ്സ്വർത്ത്, കീറ്റ്, ഷെല്ലി ഇവരെല്ലാവരും ഇതിനൊരു പുതിയ സ്പിരിറ്റും പുതിയൊരു കണ്ടൻറ്റൊക്കെ കൊടുത്തു. ഓക്കെ, ഇംഗ്ലീഷിൽ 2 തരം വെറൈറ്റി സോണറ്റ്സ് ആണുള്ളത്. ഒന്ന് പെട്രാർക്കൻ, മറ്റൊന്നത് ഇംഗ്ലീഷ് ഓർ ഷേക്സ്പീരിയൻ. പെട്രാർക്കൻ സോണറ്റിൽ ഒക്ടാവ എന്ന് പറഞ്ഞാൽ 8 വരികളടങ്ങിയ സോണറ്റാണ്. ഓക്കെ, അതിൻ്റെ ഒക്ടാവ പ്ലസ് സെസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 6 വരി. അങ്ങനെ ആ ഒരു ഫോമിലാണ് ഉണ്ടാവുക. അതിൻ്റെ റൈമിങ് വരുന്നത് എ ബി സി ഡി ഇ എന്ന രീതിയിൽ. ഓക്കെ, ഇനി ഷേക്സ്പീരിയൻ വെറൈറ്റിയിൽ ഉൾപ്പെടുന്നത് 3 ക്വാർട്ടൈൻസ് ആണ്. ക്വാർട്ടൈൻസ് എന്ന് പറഞ്ഞാൽ 4 വരികളടങ്ങിയ 3 സ്റ്റാൻഡ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനെയാണ്. ആൻഡ് എ കപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ 2 വരികൾ, എൻഡിൽ ഒരു കപ്ലെറ്റ് ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ റൈമിങ് വരുന്നത് എ ബി സി ഡി ഇ എഫ് ജി എന്ന ഫോർമാറ്റിലാണ്. പെട്രാർക്കൻ സോണറ്റ് ജനറലി ഇൻഡിവിജ്വൽ സോണറ്റ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഷേക്സ്പീരിയൻ വെറൈറ്റിയാണ് മോസ്റ്റ് പോപ്പുലറായ സോണറ്റ് സീരീസിൽ തന്നെ ഏറ്റവും പോപ്പുലർ ഷേക്സ്പീരിയൻ സോണറ്റാണ്. ഷേക്സ്പിയറിൻ്റെ മിക്ക സോണറ്റുകളും അഡ്രസ്സ് ചെയ്യുന്നത് മിസ്റ്റർ WH എന്ന് പറഞ്ഞിട്ടാണ്. WH എന്ന് പറയുന്നത് വില്യം ഹെർബർട്ട് എന്നതാണ്. ഏൾ ഓഫ് പാംബ്രോക്കിൽ ഏളായിരുന്നു നമ്മുടെ വില്യം ഹെർബർട്ട്. അപ്പോൾ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്. ബാക്കിയുള്ള സോണറ്റ് ഡാർക്ക് ലേഡി എന്ന് പറഞ്ഞുകൊണ്ട് പരാമർശിക്കുന്നത് ഒരു സ്ത്രീയെ വെച്ചുകൊണ്ടാണ്. ഓക്കെ, മേ ബി ഹിസ് ലവർ. അദ്ദേഹത്തിൻ്റെ സോണറ്റുകളിലെ പ്രധാന തീമുകൾ എന്ന് പറയുന്നത് ബ്യൂട്ടി, ട്രൂത്ത്, ലവ്, ടൈം അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഷേക്സ്പിയർസ് സോണറ്റ് 116. Let me not to the marriage of true minds admits impediments, love is not love, which alters when it alteration finds, or bends with the remover to remove. Oh no, it is an ever-fixed mark that looks on tempest and is never shaken. It is the star to every wandering bark, whose words unknown although his height be taken. Love's no time's fool, though rosy lips and cheeks within his bending sickle compass come. Love alters not with his brief hours and weeks, but bears it out even to the edge of the doom. If this be error, and upon me proved, I never write, nor no man ever loved. ഫസ്റ്റ് ക്വാട്രെയിനിൽ പറയുന്നത് 2 തരം പ്രണയത്തെ ഒരിക്കലും ട്രൂ ലവായി കണക്കാക്കാൻ പറ്റില്ല എന്നാണ് ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത്. അത് ഏതൊക്കെയാണ് ആ 2 തരം ലവ്? ഏതെങ്കിലും ലവർ തൻ്റെ സ്നേഹം പിൻവലിക്കുകയോ അല്ലെങ്കിൽ ടൈം പോലെയുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഒരാളുടെ സ്വാധീനം കൊണ്ട് ഇവനെ തേക്കുന്നത്. വേറൊരാൾ വന്നാൽ നമ്മൾ ഇവനെയോ ഇവളെയോ തേച്ചും അയാളുടെ കൂടെ പോകും അല്ലേ, അല്ലെങ്കിൽ അവളുടെ കൂടെ പോകും. അങ്ങനെയുള്ളതും എന്തല്ല, ട്രൂ ലവ് അല്ല എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ഇമേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫിക്സ്ഡ് മാർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ലൈറ്റ് ഹൗസിനെയാണ്.
ലൈറ്റ് ഹൗസ് അൺചേഞ്ചിങ് ആണ്, എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നതാണ്. ഓക്കെ, എവർ ഫിക്സ്ഡ്. അതുപോലെ തന്നെ ലവ് ഈസ് അൺചേഞ്ചിങ് ഇൻ ദ വേൾഡ് വെർ എവറിത്തിങ് എൽസ് ഈസ് ചേഞ്ചിങ്. എന്ത് തന്നെ മാറ്റങ്ങൾ വന്നാലും ശരി, പ്രണയത്തിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കില്ല, ലൈക്ക് ലൈറ്റ് ഹൗസ്. എന്നിട്ട് അദ്ദേഹം വാണ്ടറിങ് ഷിപ്പിനെ ഇവിടെ കൊടുക്കുന്നുണ്ട്. വാണ്ടറിങ് ഷിപ്സ് ഒരു പ്രോപ്പർ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് പോൾ സ്റ്റാറിനെ നോക്കിക്കൊണ്ടാണ്. നമ്മുടെ ആകാശത്ത് നല്ല കനത്ത ഒരു സ്റ്റാർ കാണുമല്ലോ, അത് തന്നെയാണ് പോൾ സ്റ്റാർ. അപ്പോൾ നമ്മൾ വാണ്ടറിങ് അപ്പോൾ ദിശ തെറ്റി പോകുന്ന ഷിപ്പുകളുണ്ടല്ലോ, അതിന് വഴി കാട്ടുന്നത് ആ പോൾ സ്റ്റാറാണ്. അപ്പോൾ ആ പോൾ സ്റ്റാറിനെ ലവ് ആക്കിക്കൊണ്ട് ആര് കണക്കാക്കുകയാണ്? നമ്മുടെ ഷേക്സ്പിയർ കണക്കാക്കുകയാണ്. ആ പോൾ സ്റ്റാർ കാണുമ്പോൾ വാണ്ടറിങ് ഷിപ്പിന് ഒരു ഹോപ്പ് ഉണ്ടാവും. യെസ്, ആ ഒരു ദിശയിലേക്ക് പോയാൽ നമുക്ക് കരയെത്താം എന്നൊരു രീതിയിൽ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഓരോ മെൻ ആൻഡ് വിമൻ്റെയും ലവിന് ഒരു ഹോപ്പ് ഉണ്ടാവും. ഒരു ട്രൂ ലവ് ആണെങ്കിൽ ഏത് അവസ്ഥയിലാണെങ്കിലും ആ ട്രൂ ലവ് ഉണ്ടെങ്കിൽ അവർക്ക് ലൈഫ് സക്സസ് ആവാൻ പറ്റും എന്ന രീതിയിൽ. ഓക്കെ, നമ്മുടെ ഈ ഷിപ്പിനെ പറഞ്ഞല്ലോ, വാണ്ടറിങ് ഷിപ്പ്. കടലിൻ്റെ ഒരു പിടുത്തമില്ലാത്ത സ്ഥലത്ത് എങ്ങോട്ട് പോകണം, ഭൂമി എവിടെയാണെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷിപ്പിൻ്റെ ലവറായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തിനെയാണ്? പോൾ സ്റ്റാറാണ്. ആ പോൾ സ്റ്റാർ ഒരു പുതിയ പ്രതീക്ഷ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ലവറിൻ്റെ കാരണം നമുക്ക് ഇവിടെ ഒരു പുതിയ ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു പുതിയ ഒരു വിശ്വാസം നമുക്കുള്ളിൽ ചെലുത്തുന്നു. അപ്പോൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ്? അവിടെ അപ്പുറത്തൊരു ട്രൂ ലവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറ്റുള്ളൂ, റൈറ്റ്? പിന്നീട് ഷേക്സ്പിയർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ലവിനെ ഒരിക്കലും ഒരു ഫിസിക്കൽ സ്കെയിലോ ഒരു സ്റ്റാൻഡേർഡോ ഉപയോഗിച്ച് സ്നേഹത്തിൻ്റെ മൂല്യം അളക്കാനാവില്ല എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നുണ്ട്, അല്ലേ? ഒരിക്കലും നമുക്ക് സ്നേഹം ഇത്ര കിലോനുണ്ട്, ഇത്ര ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ ഒരു സ്കെയിലുകളും ഇന്നേ വരെ കണ്ടുപിടിച്ചിട്ടില്ല എന്ത്? ലവിനെ അളക്കുന്നത്. ലവ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണ് എന്നാണ് നമ്മുടെ ഷേക്സ്പിയർ പറയുന്നത്. ടൈമാണ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ എനിമി ഓഫ് ലവ്. ലവിൻ്റെ ഏറ്റവും വലിയൊരു എനിമി എന്ന് പറയുന്നത് ടൈമാണെന്ന് പറയാണ്. ഇത് നമ്മുടെ ഫിസിക്കൽ ബ്യൂട്ടിയെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകും. എന്തുപോലെയെന്നറിയോ? റീപ്പർ, നമ്മൾ വിളവ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കട്ട് ഓഫ് ചെയ്യുമല്ലോ, അതുപോലെ നമ്മളുടെ ബ്യൂട്ടിയെ, യൂത്ത്നെസ്സിനെ അരിഞ്ഞുകൊണ്ട് പോകും ആര്? സമയം. ലവിൻ്റെ ടൈം അവേഴ്സ് നോക്കുകയാണെങ്കിൽ അത് വളരെ ചുരുക്കമാണ്. പക്ഷേ ലവ്സ് ടൈം നോക്കുകയാണെങ്കിൽ ഇസ് എറ്റേണലാണ്. ഓക്കെ, ടൈംസ് അവേഴ്സ് ആർ ബ്രീഫ് ബട്ട് ലവ്സ് ടൈം ഈസ് എറ്റേണൽ. സ്പിരിച്വൽ ലവ് ആണെങ്കിൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു സ്നേഹത്തിന് യാതൊരു ഭംഗവും വരില്ല. ഫൈനൽ കപ്ലേറ്റിൽ നമ്മുടെ ഷേക്സ്പിയർ നമ്മളെ ചലഞ്ച് ചെയ്യുകയാണ് അബൌട്ട് ഇമ്മോർട്ടാലിറ്റി ഓഫ് ലവിനെ കുറിച്ച്. ഞാൻ ഈ എഴുതിയ വാക്കുകൾ തെറ്റാണ്, ഇത് നിങ്ങൾ എനിക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഐ ഹാവ് നോട്ട് റിട്ടൺ എനിത്തിങ് വാല്യുബിൾ, ഞാൻ ഇനി എഴുതില്ല, ഐ നെവർ റൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായ പോയാണ്. ഇതിൻ്റെ കുറച്ചും കൂടി, ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊരു അതിൻ്റെ ഔട്ട്ലുക്ക് പറഞ്ഞതാണ്, നമുക്കിതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളിലേക്ക് പോകാനുണ്ട്. അപ്പോൾ പോൾ സ്റ്റാറിൻ്റെ ഒരു എംഫസൈസ് അതിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ഹൈറ്റ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു ഹൈറ്റും അതിൽ വേർത്തും സജസ്റ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് ലവ് ആണ് ഓവർ എവറിത്തിങ് എൽസ്. എന്തിനേക്കാളും ഉപരിയുള്ള ആ ഒരു വാല്യൂ ആണ് അതിൽ കൊടുക്കുന്നത്. നമുക്കൊരിക്കലും ഒരു സ്കെയിൽ വെച്ചും മറ്റു മെഷർമെൻറ്റ് വെച്ചൊന്നും അളക്കാൻ പറ്റാത്ത ഒന്നാണ് എന്ത്? എറ്റേണൽ ലവ്. ലൈക്ക് എങ്ങനെയാണെന്നറിയോ? ഫീൽഡിൽ നമ്മൾ ഫ്ലവേഴ്സ് പാകമായാൽ കട്ട് ഓഫ് ചെയ്യൂലേ, കൊയ്തെടുത്ത് പോവുമല്ലോ. ആ പാകപ്പെട്ട ഫ്ലവേഴ്സ് ആയിക്കഴിഞ്ഞാൽ ബഡായി, ആ ബഡ് നല്ല യങ് ആയിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആ പൂവിനെ അരിഞ്ഞെടുത്ത് പോകുന്നത് പോലെയാണ് സമയം ഫിസിക്കൽ ലവിനെ അല്ലെങ്കിൽ ഫിസിക്കലിൻ്റെ ആ യങ്നെസ്സിനെ എടുത്തുകൊണ്ട് പോകുന്നത്. ടൈം അവേഴ്സ് ആർ ബ്രീഫ്. ടൈം അവേഴ്സ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. എന്നാൽ ലവ്സ് ടൈം, പ്രണയത്തിൻ്റെ സമയം എടുത്തു നോക്കുകയാണെങ്കിൽ ഇസ് എക്സ്റ്റേണലാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് കപ്ലെറ്റിൽ അദ്ദേഹം എറ്റേണൽ
വാല്യൂ ഓഫ് ലവിൻ്റെ ആ ഒരു വിശ്വാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയൊന്നും അല്ല ഒരു ട്രൂ ലവ് എങ്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കും, ഇനി വാല്യുബിൾ ആയിട്ടുള്ള ഒന്നും ഞാൻ എഴുതില്ല എന്ന് അദ്ദേഹം നമ്മളോട് ചലഞ്ച് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സോണറ്റിലെ മേജർ മെറ്റഫോഴ്സിനെ കുറിച്ചൊന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സോണറ്റ് 116 ഒരുപാട് മെറ്റഫോഴ്സ് ഉണ്ട്, വെറൈറ്റീസ് ഓഫ് ഇമേജറി നമുക്ക് മുന്നിൽ കൊണ്ടിടുന്നുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. എല്ലാം അത്തരത്തിലുള്ള ഇമേജസ് ആണ്. ഫസ്റ്റ് ലൈനിൽ ദ മാരേജ്, ലവ് ഈസ് ദ മാരേജ് ഓഫ് ട്രൂ മൈൻഡ്സ്, അതിലെ ദ മാരേജ്. അതുപോലെ തന്നെ ഇംബഡിമെൻറ്റ്സ്, അതിൽ റെഫറൻസ് പ്രെയർ ബുക്കിലെ റെഫറൻസ് ആണ് കേട്ടോ. അതുപോലെ ലവ് ഈസ് ദ ഫിക്സ്ഡ് സീ മാർക്ക്, അതിലെ സീ മാർക്ക് എന്നത്. ഇറ്റ് ഈസ് ദ സ്റ്റാർ ടു എ വാണ്ടറിങ് ഷിപ്പ്, അതിലെ സ്റ്റാർ. അതൊക്കെ മെറ്റഫേഴ്സ് ആണ്. അതുപോലെ തന്നെ ടൈം. ഓക്കെ, ടൈം ദ ഡിസ്ട്രോയർ ഓഫ് ബ്യൂട്ടി cannot make a fool of love or destroy the lover's enthusiasm. ഓക്കെ, ഇവിടെ ടൈമിനെ ഒരു റീപ്പറായിട്ട് ഇമാജിൻ ചെയ്യുന്നു. റോസി ലിപ്സ് ആൻഡ് ചീക്സ് റിമൈൻഡ് ആസ് എ ബ്യൂട്ടിഫുൾ വിമൻ. അപ്പോൾ റോസി ലിപ്സും ചീക്സും എന്താണ്? ബ്യൂട്ടിഫുൾ വിമനെയാണ് നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. പിന്നെ ബ്രീഫ് അവേഴ്സ് ആൻഡ് വീക്സ് എന്നതിൽ റെഫർ ചെയ്യുന്നത് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ടൈം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ്. അത് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ യങ്നെസ്സിനെ ലവിനേക്ക് കട്ട് ചെയ്ത് പോകാൻ പറ്റും. എന്നാൽ ഹൈറ്റ് ഈസ് ദ ഫിസിക്കൽ എൻറ്റൈറ്റി. അതിൻ്റെ ഹൈറ്റ് ഫിസിക്കൽ എൻറ്റൈറ്റി മീൻസ് നിലനിൽപ്പ്, എൻറ്റൈറ്റി നിലനിൽപ്പ്. വേർത്ത് ഈസ് ദ സ്പിരിച്വൽ എൻറ്റൈറ്റി. വേർത്ത് എന്താണ്? സ്പിരിച്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കൽ എൻറ്റൈറ്റിയും അതിലെ വേർത്ത് ഈസ് എ സ്പിരിച്വൽ എൻറ്റൈറ്റി. നെക്സ്റ്റ് ക്വാട്രൈനിൽ പറയുന്നുണ്ട് ലവ്സ് നോട്ട് ടൈംസ് ഫൂൾ എന്ന്. പ്രണയത്തിൻ്റെ പവർഫുൾ എനിമിയാണ് ടൈം. ഇത് ഫിസിക്കൽ ബ്യൂട്ടിയെ എടുത്തുകൊണ്ട് പോകും. കോൺസെപ്ഷണൽ ലവ് ഓഫ് ഷേക്സ്പിയേഴ്സ് സോണറ്റ് 116. വേർഡ്സ്വർത്ത് സോണറ്റ് 116 ആണ് ഷേക്സ്പിയറുടെ ബെസ്റ്റ് സോണറ്റായിട്ട് വിളിക്കുന്നത്. ഈ ഒരു കവിതയിൽ വെറും ഒരു ഹ്യൂമൻ ലവിനെ കുറിച്ചല്ല പറയുന്നത്. മീൻസ് ലവ് ഇൻ ദിസ് സോണറ്റ് ഈസ് നോട്ട് സിംപ്ലി ദ ലവ് ബിറ്റ്വീൻ മാൻ ആൻഡ് മാൻ ഓർ മാൻ ആൻഡ് വുമൻ. കേവലം ഒരു മാനും മാനും അല്ലെങ്കിൽ ഒരു മാനും വുമനും തമ്മിലുള്ള സ്നേഹം, പ്രണയമല്ല ഈ ഒരു കവിതയിൽ പറയുന്നത്. ഇറ്റ് ഈസ് എ ഐഡിയൽ ലവ്, എ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ഓഫ് ലവ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബൈ ദ ടേം മാരേജ് ഓഫ് ട്രൂ മൈൻഡ്സ്, ഇതുകൊണ്ട് ഷേക്സ്പിയർ ഉദ്ദേശിക്കുന്നത് റിയൽ ലവ്, ട്രൂ ലവ് ഡിറ്റാച്ച്ഡ് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട്? പുറത്തുനിന്നുള്ള മറ്റു മോട്ടീവ്സും മറ്റു കൺസിഡറേഷനും മറ്റു ഇൻഫ്ലുവൻസും കൊണ്ട് ട്രൂ ലവ് ഡിറ്റാച്ച്ഡ് ആവുന്നു. ഇംപെഡിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ടേം അതിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സെക്കൻഡ് ലൈനിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രെയർ ബുക്ക്, അവരുടെ ക്രിസ്ത്യൻ പ്രെയർ ബുക്ക് ഉണ്ടാവുമല്ലോ, അതിലെ ഒരു റെഫറൻസും കൂടി ആയിട്ടാണ് കേട്ടോ. എല്ലാ സാധ്യമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും ലവ് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന രീതിയിലാണ്. ദ എറ്റേണിറ്റി ഓഫ് ലവ്, അനശ്വരമായ പ്രണയം ഊന്നൽ കൊടുക്കുന്നത് ദ ഇമേജ് ഓഫ് ലൈറ്റ് ഹൗസ് ആൻഡ് ദ പോൾ സ്റ്റാർ. പോൾ സ്റ്റാർ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലൈറ്റ് ഹൗസും നമ്മളൊരു ഫിക്സ്ഡ് മാർക്ക് എന്ന് പറയുന്നുണ്ട്, അതാണ് ഇവിടെ ലൈറ്റ് ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോൾ സ്റ്റാറും ലൈറ്റ് ഹൗസും കൊണ്ട് ആ ഒരു ഇമേജറി കൊണ്ട് ഊന്നൽ കൊടുക്കുന്നത് എന്താണ്? എറ്റേണൽ ലവാണ്. ഓക്കെ, ഇനി ഈ ഒരു പോൾ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഇറ്റ്സ് ഹൈറ്റ് ആൻഡ് ഇറ്റ്സ് വർത്ത് ഓൾസോ സജസ്റ്റ് ദ വാല്യൂ ഓഫ് ലവ് ഓവർ എവറിത്തിങ് എൽസ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഒരിക്കലും അളക്കാൻ പറ്റില്ല എന്ന് അല്ലേ. സെക്കൻഡ് ക്വാട്രൈനിൽ നോക്കുക, ലാസ്റ്റ് ലൈനിൽ ഹൂസ് വേർഡ്സ് അൺനോൺ ഓൾദോ ഈസ് ഹിസ് ഹൈറ്റ് ബി ടേക്കൺ. ദ പെർമനൻസ് ഓഫ് ലവ് ഈസ് റെഫേർഡ് ടു ബൈ ദ എഡ്ജ് ഓഫ് ഡൂം. നമ്മുടെ അവസാന കാലം വരെ പെർമനൻറ്റ് ലവ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു കവിതയിൽ ബ്യൂട്ടി എന്നതിന് എതിരായിക്കൊണ്ട് എ ലവ്, എ ഡാർക്ക് ലേഡി എന്നിങ്ങനെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു. ഇത് പ്രണയത്തോട് എത്രമാത്രം അൺകൺവെൻഷണൽ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പരാമർശം ഉള്ളത് കൊണ്ട് തന്നെ ഇതൊരിക്കലും ഷേക്സ്പിയറിൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് അറ്റാച്ച് ഉണ്ടെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഓക്കെ,
ഈ ഒരു കവിതയെ ഒരുപാട് ക്രിട്ടിക്സ് എതിർക്കുന്നുണ്ട്. കെറിഗൻ പോലുള്ള ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇതിൻ്റെ ടൈം പല കാരണങ്ങൾ കൊണ്ട്, സമയത്തിൻ്റെ കാരണം വെച്ച് പലപ്പോഴും പ്രണയം നഷ്ടപ്പെടാറുണ്ട്, അല്ലെങ്കിൽ അതിന് നിർബന്ധിതരാവാറുണ്ട്. അതൊരിക്കലും എന്താ പറയുക, വേണ്ടാന്ന് വെച്ചിട്ട് തേച്ച് പോകുന്നവരല്ല എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ക്രിട്ടിക്സ് പറയുന്നത് പോയിറ്റിന് എന്താണ് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നു എന്ന് പറയാണ്. Sonnet 116 in the light of the biographical details of Shakespeare. ഷേക്സ്പിയറിൻ്റെ സോണറ്റ് 116 ബയോഗ്രഫിക്കൽ ഡീറ്റെയിലൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് ഷേക്സ്പിയർ ഇതിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ഈ സോണറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് മിസ്റ്റർ MH ആൻഡ് എ ഡാർക്ക് ലേഡി അല്ലേ, അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഒന്നുമില്ല, ഒരു വെപ്പ് ഇവരാണ് എന്നതാണ്. ഇതിലെ ലവ്, ഒരു യങ് മാന് ലേഡിയെ കൂടുതലായി ആഴത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു സമയത്തായിരിക്കണം ഷേക്സ്പിയർ ഈ ഒരു സോണറ്റ് എഴുതിയിട്ടുണ്ടാവുക. ആക്ച്വലി ഇതിലെ കൺവെൻഷൻസും കാര്യങ്ങളൊക്കെ ഇറ്റാലിയൻ പോയിറ്റായിട്ടുള്ള പെട്രാർക്ക്, ഡാൻറ്റെ ഇവരുടെയൊക്കെ ബോറോ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സിഡ്നി സ്പെൻസർ ഇവരുടെ പോയറ്റിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഷേക്സ്പിയർ കോൺഷ്യസ്ലി ഓർ അൺകോൺഷ്യസ്ലി സമ്മതിക്കുകയാണ് എന്ത്, ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ ഓഫ് ലവിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ പറ്റില്ല എന്നത് നമ്മുടെ ഷേക്സ്പിയർ ഇതിലൂടെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഇതിലുള്ള കോട്രൈൻസുകളോടും പാരഡോക്സിക്കൽ എന്ന് പറഞ്ഞാൽ വിരോധാഭാസം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ട് എന്നാണ് ക്രിട്ടിക്സ് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു പ്ലെയിൻ ടേംസ് ആയിട്ടാണ് ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മീനിങ്ങിൻ്റെ ഉള്ളിൽ മറ്റൊരു മീനിങ് ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നതിനൊക്കെ ചുഴിഞ്ഞു നോക്കാനുള്ള ഒരു ഉപായം കൂടിയാണ് ഇത് എന്നൊക്കെ പറയപ്പെടുന്നു. ഓക്കെ, വോട്ടെവർ. മൊത്തത്തിൽ ഇതിനെ എതിർക്കുന്ന കുറച്ച് ക്രിട്ടിക്സും ഉണ്ട് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു കവിതയിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ പോയിറ്റിലെ മെറ്റഫേഴ്സിൻ്റെ ടേംസൊക്കെ ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ടേംസൊക്കെ എപ്പോഴും ഒന്ന് പഠിച്ചു വെക്കണം. എസ്സേസിലൊക്കെ എഴുതുമ്പോൾ അത് ഹൈലൈറ്റ് ചെയ്തിട്ട് കട്ടി കൂടിയോ അടിവരയിട്ടൊക്കെ എഴുതി ഇൻവേർട്ടഡ് കോമയിലൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി എഴുതിയിട്ട് വേണം എസ്സേ ഒക്കെ എഴുതാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ താങ്ക് യു.